ഹലോ, ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ എപ്പിസോഡിൽ സത്യാമ്മയും രോഹിത്തും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അതിന് മുന്നേയായിട്ട് ശ്യാമയുടെ മുന്നിൽ വെച്ച് പറയാണ്, രോഹിത്തിനോട് പറയാണ്, രോഹിത്ത് നീ സൂക്ഷിച്ചോ, ഇപ്പം വേണമെങ്കിൽ ഇവള് വിഷം കലക്കി തരാം, നിനക്ക് ഇനി എപ്പോഴും ഇവള് വിഷം കലക്കി തരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇവരുടെ വീട്ടുകാരെല്ലാം ഭർത്താക്കന്മാർക്ക് വിഷം കൊടുക്കുന്നവരാണ്, ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്കും രോഹിത്തിനും ഒക്കെ നല്ല വിഷമം വരുന്നുണ്ട്. എന്നിട്ട് സത്യാമ്മ എന്താ നടന്നതെന്ന് നമുക്കറിയത്തില്ല, കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറയാം. ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് ശ്യാമയോടൊക്കെ കലി തുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഡ്രൈവർ എടുത്ത് പറയും വണ്ടി എടുക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരെന്നിട്ട് വണ്ടി കയറി പോയി കഴിയുമ്പോഴത്തേനും ശ്യാമയ്ക്ക് ഭയങ്കര വിഷമമാണ്. ശ്യാമ രാഘവൻ സാറിനോട് പറഞ്ഞാൽ, അച്ഛാ എന്തൊക്കെയായി സത്യം വിളിച്ച് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും രാഘവൻ സാർ പറയാണ്, അത് വിഷ്ണുവിന് ആപത്ത് വന്നതിൻ്റെ ആ ഒരു ഇത് പറഞ്ഞതാന്ന് പറയും. എന്നാലും എൻ്റെ കുഞ്ഞേച്ചിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ? എൻ്റെ കുഞ്ഞേച്ചിക്ക് വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞ ജീവന്, കുഞ്ഞേച്ചിയുടെ ജീവനേക്കാട്ടിലും കുഞ്ഞേച്ചി വില കൽപ്പിക്കുന്ന വിഷ്ണുവേട്ടൻ്റെ ജീവന് വേണ്ടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴേക്കും രാഘവേട്ടൻ പറയുവാണ്, എനിക്കിതൊക്കെ അറിയാവുന്ന കാര്യമാണ്, എന്നാലും വിഷ്ണുവിന് എന്തോ സംഭവിച്ചതെന്ന് അറിയത്തില്ല, ആ ഒരു ഇത് സത്യാമ്മ പറഞ്ഞിട്ട് പോയതാണെന്നൊക്കെ പറയാണ്. രാഘവേട്ടൻ എന്നിട്ട് പറയുവാണ്, എനിക്ക് എന്തൊക്കെ അസ്വസ്ഥതകൾ വന്നപ്പോഴേക്കും എനിക്ക് തോന്നി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന്. വിഷ്ണുവിൻ്റെ ജീവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ശരിയും തെറ്റും കണ്ടുപിടിക്കേണ്ട സമയമല്ല ഇതെന്നൊക്കെ പറയുവാണ്. അവൻ്റെ മുഖത്തും ഒക്കെ ഭയങ്കര വിഷമമുണ്ട്. കാരണം വിഷ്ണുവിന് എന്തോ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഈ ഫോണിൽ വിളിച്ച് ഇത്രയും പറഞ്ഞിട്ട് വേഗം സത്യാമ്മ പോയെന്നിടയ്ക്ക് അതിനിടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് പോലും ഇവിടെ ആരോടും പറയാതല്ലേ പോയത്. അപ്പോൾ അവിടെ എല്ലാവരും അങ്ങ് ടെൻഷനിലാണ്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ ഡോക്ടർ പരിശോധിക്കുകയാണ്. സത്യാമ്മ വണ്ടിയിൽ വരികയാണ്. ശാലിനി ആണെങ്കിൽ പുറത്ത് ഐസിയുൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. ഇങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കി ഇടയ്ക്ക് പോയി ഐസിയുൻ്റെ വാതിൽ കൂടെ നോക്കും. പിന്നെ ടെൻഷൻ അടിച്ച് അങ്ങനെ നടക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രബോസ് ഇങ്ങനെ വരികയാണ്. ബാക്കി പോലീസുകാരെ ചന്ദ്രബോസിനെ സല്യൂട്ടൊക്കെ ചെയ്യാണ്. അപ്പോഴേക്കും ശാലിനി ഇങ്ങനെ മുന്നിലേക്ക് വന്നപ്പോഴത്തേക്കും ശാലിനി ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടൻ അവിടെ എന്താ സംഭവിച്ചത്, എനിക്കറിയണം, അവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ കണ്ടിട്ട് പോയി വിഷ്ണുവേട്ടനെ, പിന്നെ ഇത്ര സമയം കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. ഇതിന് നിങ്ങൾ മറുപടി തന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ ശാലിനി പറയണം. ഞാനൊന്നും ചെയ്തിട്ടില്ല, കളക്ടറുടെ പരിഗണന ഉള്ളതുകൊണ്ട് ചെറിയൊരു സഹായം ചെയ്തത് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും ശാലിനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല, ഇതെന്ത് ഈ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് പറയുന്നത്, മാഡത്തിൻ്റെ ഹോട്ടലിൽ വിളമ്പിയ ഭക്ഷണം കഴിച്ചവർക്ക് വല്ല കുഴപ്പമുണ്ടോ നോക്കുക, ഇനി നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ, അത് ഈ വിഷ്ണുവിന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശാലിനി ഇങ്ങനെ കണ്ണും പിടിച്ച് നോക്കിയിട്ട് എന്ത് ഈ പറഞ്ഞു വരുന്നത്. അപ്പോഴത്തേക്കിനാണ് പറയുന്നത്, ശാരദാമ്മ വീട്ടിൽ നിന്ന് കൊടുത്ത ഫുഡ് കഴിച്ചതിന് ശേഷമാണ്, ആ ഭക്ഷണത്തിൽ നിന്നാണ് വിഷ്ണുവിന് വിഷം ഉള്ളിൽ ചെന്നാണ് ഫുഡ് പോയ്സൺ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയണം. അപ്പോഴാണ് ശാലിനി ഇതെല്ലാം കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്നത്. കാരണം അങ്ങനൊരു സംഭവം ഇതുവരെ ശാലിനി അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും പോലീസുകാരൻ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ ശാരദാമ്മയെ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്. അമ്മയെന്ന് ചോദിച്ച് വിളിക്കുമ്പോഴേക്കും ശാരദാമ്മ ഫോൺ കൊണ്ടുപോയിട്ടില്ല, ശാന്തയാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ശാന്തയോട് ചോദിക്കും, നമ്മൾ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ആ കൊടുത്തു വിട്ടായിരുന്നു, അപ്പോൾ അവിടെ വേറെ ആർക്കെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടായിരിക്കും. ഇല്ല, നമ്മളവിടെ എല്ലാവരും കഴിച്ചു, കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അപ്പോഴേക്കും പറയാം, അവിടെ നിന്ന് കൊണ്ടുവന്ന് ഫുഡ് കഴിച്ച വിഷ്ണുവേട്ടൻ എന്തോ സംഭവിച്ചത് ഹോസ്പിറ്റലാണെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ശാന്ത് പറഞ്ഞു, അങ്ങനെ വരാൻ സാധ്യതയില്ല, കാരണം ഇവിടെ ഉള്ളവരെല്ലാം കഴിച്ചിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഇനി അമ്മ വരുമ്പോഴത്തേനും വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് ശാലിനിക്ക് അങ്ങ് ഭയങ്കര വിഷമമാണ്. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് കഴിച്ചെന്നുള്ള രീതി, ഇനി സത്യാമ്മ പറഞ്ഞാൽ എന്താവും എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കിനുമാണ് പിന്നെ ശ്യാമ ആണെങ്കിൽ അവിടെ ഇരുന്ന് കുഞ്ഞേച്ചി എന്നാലും ഭക്ഷണത്തിനകത്ത് വിഷം കൊടുത്തെന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെയുള്ള രീതി ശ്യാമയും പൊന്നിയൊക്കെ ആയിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം രാഘവൻ നായരാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ വിഷ്ണുവിൻ്റെ കാര്യം അറിയാത്തതിനുള്ള ടെൻഷൻ അടിച്ചടിച്ചിരിക്കുകയാണ്. ഇവരെ ഒന്നും കാണുന്നില്ലല്ലോ, എനിക്ക് കൈക്കും കാലിനൊന്നും കുഴപ്പമില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം പോയി അന്വേഷിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് പൊന്നിയും ശ്യാമയും കൂടെ ഇങ്ങനെ പൊന്നിയെ പറഞ്ഞിട്ട് ശ്യാമയെ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടായിരുന്നു. അപ്പോൾ ശ്യാമയാണെങ്കിൽ വെളിയിൽ പോയി ഫോൺ വിളിക്കാമെന്നുള്ള രീതിയിൽ പോയതാണ്. പക്ഷേ ഇവരൊന്നും വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇവരുടെ വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഈ പൊന്നിയെ പറഞ്ഞു വിട്ട സമയം കൊണ്ട് രാഘവൻ നായർ തന്നെ എഴുന്നേക്കാൻ നോക്കി മറിഞ്ഞടിച്ച് വീഴാൻ പോകണം. അപ്പോഴേക്കും ഇവർ തിരിച്ച് പൊന്നിയും ശ്യാമയും കൂടെ അടുത്തോട്ട് വന്നു. പിന്നെ പറയുകയാണ്, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയി, എഴുന്നേക്കാൻ പോയി, ഞങ്ങളിങ്ങോട്ട് വരുമല്ലായിരുന്നു എന്ന് പറയും. എനിക്ക് വിഷ്ണുവിൻ്റെ കാര്യം അറിയാത്തതിൽ ഒരു സമാധാനം വരുന്നില്ല, എന്താണെന്ന് അറിയത്തില്ലല്ലോ, നമുക്ക് എൻ്റെ കുഞ്ഞിനൊന്നും വരുന്ന രാഘവൻ നായർ അങ്ങ് വിഷമിച്ച് അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കൂടെ പറയണം എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് വിഷമിക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയണം, ഒന്നും അറിയത്തില്ല അച്ഛാ, എനിക്ക് ഇവിടെ നിന്ന് സത്യം പറഞ്ഞിട്ട് പോയ കാര്യങ്ങളല്ല, വേറൊന്നും അറിയത്തില്ല എന്ന് പറയാണ്. അമ്മ വിചാരിക്കും ഇനി ശാരദാമ്മയെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയെ വിളിക്കണം. ഹലോ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും
ശാന്തിയാണ് ഫോൺ എടുക്കുക. അപ്പോൾ പറയും അമ്മ ഫോൺ കൊണ്ടുപോയിട്ടില്ല, ശാരദാമ്മ പുറത്ത് പോയേക്കാന്ന് പറയും. അപ്പോൾ പറയും എന്താ അമ്മയുടെ കൊടുക്കുക. അപ്പോഴേക്ക് ശാരദാമ്മ വരുവാണ്. അപ്പോൾ ശാരദാമ്മയോട് അമ്മ പറയാണ് അമ്മ ഇങ്ങനെ സംഭവിച്ചു. അമ്മ അവിടുന്ന് ഭക്ഷണം കൊണ്ട് കൊടുത്തതിന് ശേഷമാണ് വിഷ്ണുവേട്ടന് എന്തോ അസ്വസ്ഥയുണ്ടായി, ഇപ്പോൾ ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ ഞെട്ടിപ്പോണ്. ഇപ്പോൾ ഇത്ര നേരം കണ്ടിട്ട് വന്ന് ഒരു കുഴപ്പമില്ല, ഇവർ സംസാരിച്ചിട്ട് വന്ന ആൾ ഇത്ര വേഗം ഫുഡും കഴിച്ചിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അങ്ങനെ വരാൻ വഴിയിൽ എന്തോ ചതിയുണ്ടെന്ന് പറയാം. എന്തായാലും കുഞ്ഞേച്ചി ഒന്ന് വിളിക്കാൻ പറയുകയാണ് എന്നും പറഞ്ഞ് ശ്യാം ഫോൺ കട്ട് ചെയ്യാണ്. അത് കഴിയുമ്പോഴേക്കും ശ്യാമ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ശാലിനിയെ ശാരദാമ്മയെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പറയാണ് അമ്മ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ടെൻഷനൊന്നും അടിക്കേണ്ടെന്ന് പറയുമ്പോഴും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്നാൽ ഞാൻ അങ്ങോട്ട് വരട്ടെ ചോദിക്കും. പറയും വേണ്ട, അമ്മ ഇങ്ങോട്ട് വന്ന സത്യാമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷയമാകുമെന്ന് പറയാം. എന്നാൽ അച്ഛനെ വിട്ടാൽ അപ്പം പറഞ്ഞാൽ അച്ഛനെ ഒട്ടും വിടണ്ട, അച്ഛൻ വന്നാൽ ഇതിനേക്കാളും വിഷയമാകുമെന്നൊക്കെ പറയാണ്. ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയ്ക്ക് അങ്ങ് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ കൊണ്ട് കൊടുത്ത ഫുഡിൽ നിന്നുള്ള ഇങ്ങനെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരാൾക്ക് എന്തെങ്കിലും ഞാൻ കൊടുത്ത ഭക്ഷണത്തിൽ നിന്ന് സംഭവിച്ചാൽ അത് എനിക്ക് സംഭവിക്കുന്നതിനേക്കാൾ മരണ തുല്യമായിട്ടുള്ള കാര്യമാണെന്നൊക്കെയുള്ള രീതിയിൽ പറയണം. അമ്മ എന്തായാലും വിഷമിക്കൊന്നും വേണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെ സമാധാനിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സത്യാമ്മയും രോഹിതും കൊണ്ട് ഇടയ്ക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരോട് വന്ന് സത്യാമ്മ ഇങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ICUവിൻ്റെ വാതിക്കൽ നിന്ന്. അതൊന്നും ശാലിനി കാണുന്നില്ല. എന്നിട്ട് ശാലിനി അമ്മയെ വിളിച്ചിങ്ങനെ വിഷമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് സത്യാമ്മ ഇങ്ങനെ സംസാരിച്ച് വിഷ്ണുവിനെ നോക്കിയിട്ട് നേരെ ശാലിൻ്റെ അടുത്തോട്ട് വരുവാണ്. അപ്പോഴേക്കും ശാലിനി ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്താണെന്ന് സത്യാമ്മ ഇങ്ങോട്ട് അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നീ എല്ലാവരോടും വിളിച്ച് നിനക്ക് സന്തോഷമായോ, ഫോൺ വിളിച്ച് പറയേണ്ട ആൾക്കാരോട് പറഞ്ഞോ സന്തോഷമായോ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് എൻ്റെ മോൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, നിന്നെ ഈ ഭൂമി ഞാൻ ജീവിച്ചിരിപ്പിക്കത്തില്ലെന്ന് അങ്ങനെ വന്ന് ശാലിനിയോട് ഭയങ്കരമായിട്ട് റേസ് ആവുകയാണ്. ശാലിനി ഇതെല്ലാം കേട്ടിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് കണ്ണീരോടുകൂടി നിൽക്കുക. കാരണം ശാലിനിയുടെ കയ്യിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്ന് വന്ന ഒരു വിഷയമായപ്പോൾ ശാലിനിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ഈ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ഈ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും ചാനലിനകത്ത് വരുമ്പോൾ സീരിയൽ കാണാനായിട്ട് ആരും മറക്കല്ല. നമ്മുടെ ചാനൽ പ്രൊമോഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.